2025 SSLC തുല്യതാ പരീക്ഷ നവംബർ 8 മുതൽ 18 വരെയാണ് നടത്തുന്നത്. പരീക്ഷാ ഫീസ് സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 7 വരെ പിഴയില്ലാതെയും ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 9 വരെ പിഴയോടുകൂടിയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ അടയ്ക്കാവുന്നതാണ്. അപേക്ഷകൻ ഓൺലൈനായി രജിസ്ട്രേഷനും കൺഫർമേഷനും നടത്തേണ്ടതായിട്ടുണ്ട്. കൺഫർമേഷൻ നൽകിയതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അനുബന്ധ രേഖകളോടൊപ്പം പരീക്ഷാ ഫീസും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒടുക്കേണ്ടതുണ്ട്. ഗ്രേഡ് വിഭാഗത്തിലുള്ള പ്രൈവറ്റ് വിഭാഗം അപേക്ഷകർ പരീക്ഷാ കേന്ദ്രത്തിൽ ഒക്ടോബർ 7 മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്ങനെയാണ് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. www.excellency.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക. അവിടെ മുകളിൽ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ടാബ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വരും. അതിൽ ബേസിക് ഡീറ്റെയിൽസ്, എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഇത്രയും നൽകേണ്ടതുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് 3 മാസത്തിനകത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് വേണ്ടത്. 30 KB അകത്തുള്ള ഫോട്ടോയാണ്. 150-200 പിക്സലിന് ആ ഒരു ഡയമെൻഷനിലാണ് ഫോട്ടോ വേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലോ equivalencyhelpdesk@gmail.com എന്നുള്ള മെയിൽ ഐഡിയിൽ നമുക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. നമ്മളിവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമുക്കൊരു കൺഫർമേഷൻ പേജ് വരും. നമുക്കപ്പോൾ അതിലെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു റെഫറൻസ് നമ്പറാണ് വരുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു റെഫറൻസ് നമ്പർ വരും. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. കൺഫർമേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എക്സാം സെൻറ്റർ പേര് രേഖപ്പെടുത്തി ഒരു ഫൈനൽ പ്രിൻ്റ് നമുക്ക് കിട്ടും. എക്സാം എഴുതുന്ന വിദ്യാർത്ഥി ആ ഫൈനൽ പ്രിൻറ്റിൽ സൈൻ ചെയ്തതിന് ശേഷം പരീക്ഷാ സെൻറ്ററിലെ ചീഫ് സൂപ്രണ്ടിൻ്റെ പരീക്ഷാ ഫീസും അനുബന്ധ രേഖകളും പരീക്ഷാർത്ഥിയെ തിരിച്ചറിയുന്നുള്ള ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സഹിതം ഒക്ടോബർ 7 മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ വെരിഫൈഡ് കാൻഡിഡേറ്റ് റിപ്പോർട്ട് എന്ന് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണാൻ കഴിയും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു റെഫറൻസ് നമ്പർ കാണിക്കും. അത് നമ്മുടെ റെഫറൻസ് നമ്പർ കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിൽ വെരിഫൈ ചെയ്ത പരീക്ഷാർത്ഥിയുടെ വിവരങ്ങൾ ഇങ്ങനെ താഴേക്ക് വരുന്നതാണ്. നമുക്ക് അപ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് കൺഫർമേഷൻ നൽകാത്ത അപേക്ഷ പരീക്ഷാ കേന്ദ്രത്തിൽ സ്വീകരിക്കുന്നതല്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷാ ഫീസ് നേരിട്ട് തുകയായോ ചെക്കായോ മണി ഓർഡറായോ പോസ്റ്റൽ ഓർഡറായിട്ടോ ഒന്നും സമർപ്പിക്കാൻ പാടില്ല. പരീക്ഷാ ഫീസ് പണമായിട്ട് അതത് പരീക്ഷാ സെൻറ്ററിലെ ചീഫ് സൂപ്രണ്ടർമാരെയാണ് ഏൽപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഈ രേഖകളാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ ഇവ സമർപ്പിക്കണം. ജനന തീയതി തെളിയിക്കുന്നതിന് SSLC തോറ്റ സർട്ടിഫിക്കറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റ് എന്നിവയാണ് നൽകേണ്ടത്. പിന്നെ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റായിട്ട് ഈ കാണുന്ന അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും പരീക്ഷാർത്ഥി തിരിച്ചറിയുന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോട്ടോയും ഒരേ കോപ്പി തന്നെ ആയിരിക്കണം. 3 മാസത്തിനകത്ത് എടുത്ത ഫോട്ടോസാണ് വേണ്ടത്. പ്രൈവറ്റ് പരീക്ഷ എഴുതുന്നവർ മുൻ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.